ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവീനെ ആനന്ദ് ഫ്രോഡ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം നിന്റെ അച്ഛൻ ഫ്രോഡ്, നീ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ വളരെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയുടെ വായന അറിയാണ്ടൊരു വാക്ക് വീഴാണ്, എന്റെ അച്ഛന്റെ സാഹചര്യം കൊണ്ടിട്ടാണ് അച്ഛൻ ഇങ്ങനെയായി പോയെന്ന്. അത് കേൾക്കുമ്പോഴേക്കും ആനന്ദ് ദേഷ്യം കൊണ്ട് ദേവിനെ കൈ ഓങ്ങി ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടേക്കും ഇത്രയും മീനാക്ഷിയും കൂടി വരുവാണ്. ആനന്ദേട്ടാ എന്ന് പറയാണ്. എന്തിനാ ആനന്ദേട്ടൻ ദേവി എടുത്തിട്ട് തല്ലാൻ പോയത്? അപ്പൊ തന്നെ ദേവി ഒരു പുതിയ കള്ളം ഉണ്ടാക്കി എടുക്കണം. അയ്യോ, ആനന്ദേട്ടൻ തല്ലാൻ പോയതല്ല മീനു, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ, ആനന്ദന്റെ കൈക്ക് ഭയങ്കര വേദന, അപ്പൊ എനിക്കത് കാണിച്ചു തരായിരുന്നു എന്ന് പറയണം. അതിനുശേഷം ആനന്ദ അതെ അതെ അതന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ മൂവാട്ടോ. ദേവി എടുത്ത് ചോദിക്കേണ്ട നമ്മുടെ മീനും മിത്രയും കൂടി, സത്യം പറ ദേവി എടുത്ത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയുമ്പോ ദേവി പറഞ്ഞ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമം ഞങ്ങൾ രണ്ടുപേരിലും നന്നായിട്ടുണ്ട്, അല്ലാതെ വേറൊരു പ്രശ്നമൊന്നും ഇല്ല. സത്യമാണല്ലോ ദേവി എടുത്ത്, അത് ഓരോന്ന് മറച്ചു വെക്കരുത്, അവസാനം വലിയ പ്രശ്നമാകും എന്ന് മിത്ര പറയുമ്പോ, ഇല്ല മിത്ര, ഞാൻ സത്യവും പറഞ്ഞത്, വേറെ ഒരു പ്രശ്നവും. ആനന്ദേട്ടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ, ആനന്ദേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെന്നല്ല ഒരു പെണ്ണിനെ കൈ നീട്ടി അടിക്കാൻ ആനന്ദേട്ടന്റെ കൈ പൊങ്ങില്ല, ആനന്ദേട്ടൻ അത്ര പാവല്ലേ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ കണ്ടു വന്ന കാഴ്ച കണ്ണിന്ന് പോകുന്നില്ല, അതുകൊണ്ടാ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ആ സമയത്ത് മിത്ര പറയുന്നുണ്ട്, ദേവിയെടുത്ത് ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടാ വന്നത്, അനുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്ന പാലച്ചൻ പറയണത്. അപ്പൊ ദേവി പറഞ്ഞ അതിന് അനുമോളിന് തെറ്റൊന്നും ചെയ്യില്ലല്ലോ, ബാലച്ചനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അനുമോളുടെ വിവാഹത്തിന്റെ കാര്യം അങ്കിൾ എന്തൊക്കെയോ തീരുമാനിച്ച പോലെയാണ് ദേവി എടുത്തി. ചെക്കന്റെ ഫോട്ടോ ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. ദേവി എടുത്തിന് ആ ചെക്കന്റെ ഫോട്ടോ കാണിച്ചു തരാൻ വേണ്ടിട്ടാ ഞങ്ങൾ വന്നത്. ഇതാ ചെക്കൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ചെക്കൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല വിടിവിടേന്ന് വേണോ? അതല്ല ദേവിയടുത്തേക്ക് പ്രശ്നം. ആനന്ദേട്ടന് അറിയില്ലല്ലോ ഈ കുഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ളതൊന്നും. അപ്പോ അനു കാരണമാണ്, അതുകൊണ്ടാണ് അനുവിന്റെ വിവാഹം പെട്ടെന്ന് നടത്തുന്നതല്ലോ. കാരണം അച്ഛനും അമ്മക്കും ഇപ്പൊ അനുമോളെ ഒട്ടും വിശ്വാസമില്ല, അവളെങ്ങാനും ഇറങ്ങിപ്പോയാലോ എന്നൊരു പേടി അച്ഛനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അച്ഛൻ പെട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ ആനന്ദേട്ടൻ വേറൊരു തരത്തിൽ അത് എടുത്തത്. കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ തന്നെ ഒരു മംഗളചരം കർമ്മം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊരു ധൃതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദേട്ടൻ വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയത്. അപ്പൊ ദേവി പറയണ്ട, ആനന്ദേട്ടന് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടിട്ടാണ്. എന്തായാലും ഈ വിവാഹം നല്ലതാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞ എല്ലാം പാലച്ചന്റെ തീരുമാനമാണ് എന്ന് ദേവിയും പറയുന്നുണ്ട്. അങ്ങനെ ബാലന് കുറച്ചിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോമതി വരുന്നുണ്ട്. എന്താ ബാലേട്ട ആലോചിക്കണത്? ഒന്നുമില്ല ഗോമതി, നമുക്ക് ഒരു ടൂറ് പോയാലോ? ടൂറും ഈ സമയത്തോ? വേണ്ട ബാലേട്ട, ടൂറിന് പോകാൻ മാനസികാവസ്ഥയിലല്ല ഇവിടെ ഉള്ളവര്. അതല്ല, 2 ദിവസം, 2 ദിവസം, കാരണം ഇവിടുത്തെ എല്ലാവരും ആകെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അത് ഓക്കെ ആവോന്നുമില്ല, എങ്കിലും 2 ദിവസത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം, അത് നല്ലതായിരിക്കും. ദേവി മോൾക്കും നല്ലതാണ്, ആനന്ദിനും നല്ലതാണ്. അപ്പോ ഗോമതി പറയേണ്ട, അത് ശരിയാണ്, ആനന്ദിനും ദേവിക്കും വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്യാം എന്ന് പറയാണ്. പക്ഷെ ദേവിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ? ഒരു കുഴപ്പമില്ല, ഞാൻ ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചു, ഡോക്ടറും പറഞ്ഞത് ദേവിനെ ഇതുപോലെ മാറ്റിയൊക്കെ നിർത്തണം നല്ലതാണെന്നാ പറഞ്ഞത്. എങ്കിലും ശരി, നമുക്ക് ടൂർ പോകാം എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും കൂടി ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ കെട്ടി വലിച്ചു മുറുക്കി എല്ലാരും കൂടി വീടടച്ചു കൂട്ടി പോകാൻ വേണ്ടി പോകുമ്പോഴാണ് അവശകുനമായിട്ട് നമ്മുടെ ഉദയഭാനു കയറി വരുന്നത്. ഉദയഭാനു പറയുന്നുണ്ട്, എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ, അവൾക്ക് ഇപ്പൊ ഒരു മാനസികാവസ്ഥ അങ്ങനെയല്ല, റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയാണ്, പ്രസവം കുഞ്ഞിനെ പുറത്തെടുത്തെന്ന് പറഞ്ഞ ഒരു പ്രസവം കഴിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയല്ലേ, അപ്പൊ അതിന്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം, എന്റെ മോളെ കൊണ്ടുപോണ്ടാന്ന് പറയാണ്. അങ്ങനെ ദേവി പോകുന്നില്ല ഈ ടൂറിന്. ഉദയഭാനു കൂട്ടി നിൽക്കാണ് ദേവിയുടെ, ബാക്കി എല്ലാരും കൂടിയിട്ടാണ് ടൂർ പോണത്. ഉദയഭാനുന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ആ ഒരു സമയം, അതായത് അയാളെ പഴയ സ്വഭാവം മറക്കണില്ലെന്നാണ്. ആ ഒരു സമയത്തും ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റാനാണ് ഈ ഉദയഭാനുടെ ഉദ്ദേശം കേട്ടോ. പക്ഷെ ദേവി അങ്ങനെയല്ല, ദേവിക്ക് പോകാനും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ ദേവി പോകാന്ന് തീരുമാനിച്ചതാണ്. ആ സമയത്താണ് ഇടിത്തി പോലെ ഉദയഭാനു കയറി വന്നതും അത് അവശകരം പോലെ മുടക്കി കളഞ്ഞതും. അതുകൊണ്ട് തന്നെ ദേവി എന്തായാലും ടൂർ പോണില്ല. അവര് ഇനിയിപ്പോ ബാലനും ഫാമിലിയും തിരിച്ചു വരുമ്പോഴേക്കും ഉദയഭാനു അവിടെയുള്ള സാധനങ്ങളൊക്കെ തൂത്തു വലിച്ച് കെട്ടിപ്പെറുക്കി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുകയുള്ളതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഒരു ഭാഗം തമിഴിലുണ്ട് കേട്ടോ. ഇതുപോലെ ആരില്ലാത്ത സമയത്ത് ഉദയഭാനു മോളെ നോക്കാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് അവിടുന്ന് ഗോമതിയുടെ ബാലന്റെ എന്തൊരു വില കൂടി ഒരു ഗോൾഡ് ചെയിൻ അടിച്ചു പാടുന്ന ഒരു ഭാഗം തമിഴിലുണ്ട്. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.